വേറെ ഒരു എന്താ പറയുക തൃശ്ശൂർ പൂരം കണ്ട ഒരു എഫക്റ്റ്, അതേ എഫക്റ്റ് തിയേറ്ററിൽ കിട്ടിയിട്ടുണ്ട്. പടം എൻജോയ് ചെയ്യുന്നുണ്ട്. മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ പടം ഈ പറഞ്ഞ പോലെ വഞ്ചി തോന്നിച്ചിട്ടാണെങ്കിലും ആൾക്കാർ പടം കാണാൻ വരും. പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്ര ഇടിയൊക്കെ പ്രതീക്ഷിച്ചോ? ഇടി പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ ഇത് സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, സാധാരണ കാണുന്ന മാസ് പടങ്ങൾ പോലെ തന്നെയാണോ? മമ്മൂട്ടിയുടെ കുറെ നാളായിട്ട് ഇങ്ങനെയുള്ള മാസ് പടങ്ങൾ വരാറ്, ഫൈറ്റ് ഒക്കെ. പിന്നെ അടിപൊളിയാണ്. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇടി ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാണോ വന്നേ? ആണ്. പ്രതീക്ഷിച്ച ആ ഒരു കിട്ടി. എങ്ങനെ കഥ ഇതിന്റെ കൂടെ ഒരു മാസ് പടം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കഥ കുറവുള്ള പടങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതുപോലെയാണോ? കഥയുണ്ട്. അപ്പൊ എല്ലാവർക്കും അതെയോ? ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാറ്റഗറിയാണോ ഒരു മൂവിയുടെ ഒരു ജോണർ പോകുന്നത്? ഓക്കെ, നിങ്ങള് മമ്മൂക്ക ഫാനാണോ? ആണ്. ഓക്കെ, താങ്ക് യു. ടർബോ മാസ് മൂവിയാണ്, അടിപൊളിയായിട്ട് ഉണ്ട്. മമ്മൂക്കയും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളി കട്ട മാസ് ഫൈറ്റാണ്. തുടക്കം മുതൽ അവസാനം വരെ നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മാസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ സാധനം. രാജ്ബി ഷെട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ഡയലോഗ് പ്രസന്റേഷനൊക്കെ നമ്മളെ വേറെ ലെവല്. അത്രയും പ്രതീക്ഷിച്ചില്ല ആളിൽ നിന്ന് നമുക്ക് ഇത്രയും ഒരു റിസൾട്ട്. അടിപൊളി, നന്നായിട്ടുണ്ട്. ടർബോ ജോസിന്റെ ഇടി എങ്ങനെ ഉണ്ടായിരുന്നു? ഇടി ആദ്യ അവസാനം മുതൽ ഇടി തന്നെയാണോ പടം? മാസ് മൂവിയാണ്. തുടക്കം മുതൽ അവസാനം വരെ ഫൈറ്റ് തന്നെയാണ്. ഇടിയും മമ്മൂക്കിയുടെ ഇടിയും ഇതൊക്കെ ആയിട്ടുണ്ടാവും. എല്ലാം രസമുണ്ടായിരുന്നു. ആദ്യം പോലെ ഇങ്ങനെ പിടിച്ചിരുന്ന കഥയായിരുന്നു. ഓക്കെ, മമ്മൂക്കയുടെ ഇപ്പൊ ഇങ്ങനെ മാസ് പടം കുറെ നാളായിട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഒരു എന്ത് ഫീൽ ചെയ്തു? നമുക്ക് ഓൾറെഡി പ്രഡിക്റ്റബിൾ ആണ് സ്റ്റോറി, ഇങ്ങനെ ആണ്. പക്ഷെ മൊത്തത്തിൽ രസമുണ്ടായിരുന്നു. ചേട്ടാ ടർബോ എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടാ കിഡു സാധനം. ജോസേട്ടൻ്റെ ഇടിയെന്ന് വെച്ചാൽ കിൻഡൽ കണക്ക് ഇടിക്കുകയാണ്. 72കാരൻ്റെ അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത്. അതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ റൊമാൻറ്റിക് ആയിട്ടാണ് നമുക്ക് തന്നേക്കുന്നത്. മലയാളത്തിൽ ഇതുപോലെ വില്ലനെ എക്സ്പ്ലോർ ചെയ്തൊരു പടം ലേറ്റസ്റ്റ് ഒന്നും വന്നിട്ടില്ല. രാജ്ബി ഷെട്ടി ഇടുക്കി തീർത്തു. മമ്മൂക്കയുടെ കട്ടയ്ക്ക് നിൽക്കുന്നതായിട്ടാണ്. അതുപോലെ തന്നെ ആ പടം ഒരു മാസ് സിനിമ എന്ന് പറയുന്നില്ല, പക്ഷേ പക്ക മാസ് ഫാമിലി എൻ്റർടൈനർ ആണ്. അത്യാവശ്യം ചിരിക്കാനുണ്ട്, സ്റ്റോറിയുണ്ട്, സ്ക്രിപ്റ്റ് വൈസും ഓക്കെയാണ്. പിന്നെ ക്യാമറ ഡയറക്ഷൻ ഒന്നും പറയാനില്ല. സോ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഒട്ടും മിസ്സാക്കാൻ പറ്റും. ഡോൺ മിസ് ഇറ്റ് എന്ന് പറയാൻ പറ്റുന്നൊരു പടം തന്നെയാണ്. റൊമാൻറ്റിഫിക്കേഷൻ ഐറ്റമാണ്. അതിൻ്റെ മുകളിലോട്ട് ഒന്നും പറയാനില്ല. പടം കയറി കത്തു 100% ഷുവർ. അടുത്ത 100 കോടി തന്നെയാണ്. അടുത്ത 100 കോടി എന്ന് ഒരു ഡൗട്ടും ഇല്ല. കാരണം മമ്മൂക്കയുടെ ഐറ്റം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ മമ്മൂക്ക തന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലും ഈ മലയാളത്തിൽ യങ് സൂപ്പർ സ്റ്റാർ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഹാർഡ് വർക്ക് പുള്ളി ചെയ്തു. വൈശാഖിനെ കളിയാക്കിയിട്ടുള്ള മറുപടിയാണ്. വൈശാഖ് കിടുക്കാച്ചി എന്താ പറയുക, വൈശാഖ് ബെറ്റർ ഒരു ഡയറക്ടർ ആണെന്നുള്ളത് പുലിപുരിയിലൂടെ നമുക്ക് തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പം അത് കംപ്ലീറ്റ് ആക്ടർ വെച്ച് ഇത് മെഗാസ്റ്റാറിനെ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. അത് ഈ പടത്തിൻ്റെ റിസൾട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. വൈശാഖും മിഥുൻ മാനുവലും കൂടെ കൂടുമ്പോൾ എന്താണ് കിട്ടുന്നത്? മലയാളികൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ഐറ്റം ഉണ്ട്. അത് ഉറപ്പായും പടത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മമ്മൂക്കയുടെ മാക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊന്നും പറയല്ല. എല്ലാ ജോണറുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ഐറ്റമാണെന്നുള്ള ഫാമിലി ആയിട്ട് എടുക്കുമല്ലേ? ഫാമിലി ആയിട്ട് എടുക്കുക. കാരണം അത്യാവശ്യം പടത്തിൽ ചിരിക്കാനുണ്ട്, സ്റ്റോറി ബേസ്ഡ് ഉണ്ട്. ഇടിയാണ് ഹൈലൈറ്റ് എങ്കിൽ ഇതെല്ലാം വരുമ്പോഴത്തേക്കാണ് ഒരു എല്ലാ ജോണറുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. സോ ഡോൺ മിസ് ഇറ്റ് എന്ന് പറയാവുന്ന സൂപ്പർ പടം തന്നെയായിരിക്കും ടർബോ ജോസിൻ്റെ ഇടി എന്ന് പറയുന്നത്. തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക, നല്ല പടം തന്നെയാണ്. സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ് ആണോ? ക്ലൈമാക്സ് ട്വിസ്റ്റൊക്കെ ഇട്ടിട്ടാ നിർത്തിയേക്കണത്. ആ ട്വിസ്റ്റിന് വോയിസ് ഓവർ ഉണ്ട്. നമ്മൾ റൊമാൻറ്റിഫിക്കേഷൻ വോയിസ് ഓവറാണ്. അതായത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു ഹെവി ഐറ്റം സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന ഒരു ഹെവി ഐറ്റത്തിൻ്റെ വോയിസ് ഓവറിലാണ് നിർത്തിയിരിക്കുന്നത്. സെക്കൻഡ് ആയിട്ട് അതിൽ വരുവാണെന്നുണ്ടെങ്കിൽ പടം പൊളിക്കും, ഒരു സംശയം ഉണ്ടാകും. ടർബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒറ്റ വാക്കിൽ നമ്മൾ ആവേശമൊക്കെ കണ്ടിട്ട് നമ്മളെ ഫഹദ്വാസിൽ പറഞ്ഞ പോലെ എടാ മോനെ ഇതിൽ അടിമോനെ അമ്മാതിരി അമിട്ട് സാധനം. മലയാള സിനിമയിലെ ജാക്കി ജാൻ്റെ ടർബോ സാധനം, അതായത് ടർബോ അച്ചായൻ്റെ പടം കിടിലായിട്ടുണ്ട്. ഫൈറ്റ് സീനാണെങ്കിലും മറ്റേ A to Z പടം തുടങ്ങിയ അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റിയൊരു അമിട്ട് സാധനം
അതിൻ്റെ ഫൈറ്റ് ഈ പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ ഈ പ്രായത്തിൽ നമുക്ക് ഇത്രയും ക്വാളിറ്റി ഫൈറ്റ് ചെയ്തെന്നുള്ളതാണ്. ആ ചെയ്തത് നമ്മൾ സ്ക്രീനിൽ ഞങ്ങളെ ടൈറ്റ് ഓഡിയൻസിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ കയ്യടി, ഓരോ ഷോട്ടിലും ഓരോ രീതിയിൽ ഇങ്ങനെ കയ്യടി ആയിരുന്നു. രോമാഞ്ചമായിരുന്നു സത്യം പറഞ്ഞാൽ. അമുട്ടായിട്ടുണ്ട്, നമുക്കിവിടെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ഡയറക്ഷൻ പിന്നെ പറയണ്ടല്ലോ, നമ്മളെ പുലിമുരുകനൊക്കെ ചെയ്തിട്ട് നമ്മളെ വേറെ ലെവലിൽ കൊണ്ടുപോയി പിന്നെ വൈശാഖട്ട് ഈ കോമ്പൗണ്ട് ചേരുമ്പോൾ പിന്നെ ഒന്നും പറയില്ല. പാട്ടം വേറെ ഒരു എന്താ പറയുക, തൃശ്ശൂർ പൂരം കണ്ടൊരു എഫക്റ്റ്, അതേ എഫക്റ്റ് തിയേറ്ററിൽ കിട്ടിയിട്ടുണ്ട്. പടം എൻജോയ് ചെയ്യുന്നുണ്ട്, മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ പടം ഈ പറഞ്ഞ പോലെ വഞ്ചി തുടങ്ങിയിട്ടാണെങ്കിലും ആൾക്കാർ പടം കാണാൻ വരും. അമ്മാതിരി പടം, ഇത് സത്യം പറഞ്ഞത് കണ്ടിട്ട് കഴിഞ്ഞ ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. അമ്മാതിരി സാധനം, ഒരു തലശ്ശേരി ബിരിയാണി സ്പെഷ്യൽ കഴിച്ച അതേ എഫക്റ്റ്. കലക്കലക്കും.